പിണറായി സർക്കാരിന്റെ കാലത്ത്, അതായത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സമയത്ത് പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടുന്ന സമയത്ത് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് സംസ്ഥാന സർക്കാരിന്, ഇത് കേന്ദ്രം ഇത്തരത്തിൽ വില കൂട്ടുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യുന്നത് സംസ്ഥാന സർക്കാരാണെന്നാണ് അന്ന് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഈ ടാക്സ്, GST എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നോക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഇതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാവുമെന്നും അവർക്ക് ഗുണം ചെയ്യുമെന്നും ഒക്കെയാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 15-ാം തീയതിയാണ് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് അധികാരത്തിലോട്ട് വന്നു. പുതിയ മന്ത്രിസഭയാണ്, വി ഡി സതീശനാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ 10 ദിവസത്തിനുള്ളിൽ 4 തവണ പെട്രോളിനും ഡീസലിനും വില കൂട്ടി. അപ്പം ഇനിയിപ്പോൾ എന്നാൽ ഞങ്ങൾക്ക് ഈ സംസ്ഥാന സർക്കാരിനായിരുന്ന ലാഭം എന്ന് അന്ന് പറഞ്ഞല്ലോ, അപ്പം അതേ ലാഭം ഇപ്പോഴും കാണുമല്ലോ. അപ്പം ഈ ലാഭം വേണ്ടെന്ന് വെച്ചിട്ട് ജനങ്ങൾക്ക് ഗുണമുള്ള എന്തെങ്കിലും ചെയ്യുമെന്നല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? ഇതിൽ രസകരമായൊരു കാര്യം, ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 8 രൂപയോളം കൂടി വർദ്ധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഇത്രയും തുക വർദ്ധിച്ചു, ചിലരെ ആവശ്യം എന്ന് പറയും ഇടതുപക്ഷക്കാരെന്തോ ഒന്നും മിണ്ടാത്തത് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യം പലരും സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട്. പെട്രോൾ വില ഇത്രയും വർദ്ധിച്ചിട്ടും എന്തിനാ ഇടതുപക്ഷക്കാർ മിണ്ടുന്നത്? ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഒരു സമയത്ത്, അതായത് നമ്മുടെ UPA സർക്കാർ ഭരിക്കുന്ന കാലത്ത്, അതായത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 100 രൂപയിൽ കൂടുതൽ ബാരലിന് വില, $100 കൂടുതൽ ബാരലിന് വിലയുള്ള സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ 45 രൂപ മുതൽ 50 രൂപ വരെയായിരുന്നു പെട്രോളിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇന്ന് അത്രയും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും നമ്മുടെ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില അതിശക്തമായ രീതിയിൽ കുതിച്ചു കയറി 100 രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അത് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമോ ഒക്കെ ഒരു കൃത്യമായി പറഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് പെട്രോളിയം കമ്പനികൾക്ക് ഈ വില നിർണയാവകാശം വിട്ടുകൊടുക്കുന്ന ഒരു സമീപനം UPA സർക്കാരിൻ്റെ അല്ലെ കോൺഗ്രസിൻ്റെ കാലത്തുണ്ടായതാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമുണ്ടാകുകയും പിന്നീട് പെട്രോളും ഡീസലിനെയും വില അവർക്ക് തോന്നുംപടി വർദ്ധിപ്പിക്കാമെന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഈ ഒരു അവകാശം ലിഫ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമുക്ക് മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ, പണ്ട് നമുക്ക് HP എന്നോ BP എന്നോ പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്ന കുറച്ച് കമ്പനികൾ മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് SR മുതലുള്ള ഒരുപാട് സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വമ്പൻ സ്രാവുകൾ പലരും, ഇപ്പോൾ ജിയോയുടെ പമ്പുകൾ നമ്മൾ വ്യാപകമായി കാണുന്നുണ്ടായിരുന്നു, റിലയൻസിൻ്റെ പമ്പുകൾ ധാരാളമായി നമുക്കിവിടെ കാണാം. അതോടൊപ്പം തന്നെ നയറ എന്ന് പറയുന്ന പുതിയ ഒരു ഗ്രൂപ്പ് പെട്രോൾ ഉൽപ്പന്നങ്ങൾ, നയറയ്ക്ക് കുറച്ചുകൂടെ വില കൂടുതലാണ്. ഈ കുറച്ച് മുൻപ് തന്നെ, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ പെട്രോളിനും ഡീസലിനെയും വില വർദ്ധിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ തുടങ്ങി നിരവധി പുതിയ ആൾക്കാർ പെട്രോൾ വിതരണ രംഗത്തേക്ക്, പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിതരണ രംഗത്തേക്ക് എത്തിയ കാഴ്ച നമുക്ക് ഈ സമീപകാലങ്ങളിലായി കാണാൻ കഴിയുന്നു. അതിൻ്റെ അർത്ഥം ഒരു ഏറ്റവും ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യവസായമാണ് പെട്രോളിയം വ്യവസായം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇനിയും വരും കാലങ്ങളിൽ അവർക്ക് തോന്നുംപടി എണ്ണ കമ്പനികൾക്ക് അവരുടെ വില വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് 440 കോടി രൂപ അധികമായി ഒരു സാമ്പത്തിക വർഷത്തിൽ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. പലരും ഇപ്പോൾ പ്രതീക്ഷയോടെ കരുതുന്നത്, പണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം പറയുമായിരുന്നു ഇവിടെ അധിക വരുമാനം വേണ്ടെന്ന് വെക്കുക എന്നുള്ളതാണ്. അധിക വരുമാനം വേണ്ടെന്ന് വെക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം പെട്രോളിൻ്റെ വില 3 രൂപ മുതൽ ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന വിലയിൽ നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ സെസ്സോ ടാക്സ് കുറച്ചുകൊണ്ട് അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ സർക്കാരിനൊരു നിലപാട് സ്വീകരിക്കാം. അത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും അതെ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെ ഒരു നയപരമായ സമീപനം സ്വീകരിച്ചിരിക്കുകയും ചെയ്തു. ഇപ്പോൾ വേണമെങ്കിലും അതിനുള്ള പോസിബിലിറ്റി വി ഡി സതീശനെ കൊണ്ട് നടപ്പിലാക്കാനും സാധിക്കും. അപ്പോൾ 10 വർഷമായി അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന 11ാമത്തെ വർഷം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാം. ഇപ്പം മുഖ്യമന്ത്രി ജനപ്രിയനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പിന്നെ പൂക്കി മുഖ്യമന്ത്രിയാകുക, ചിരിക്കുന്ന മുഖ്യമന്ത്രിയാകുക. ഈ ചിരിക്കുന്ന മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് കുഴലൂത്ത് നടത്തുകയാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തെ പൊക്കി പിടിക്കുക, അദ്ദേഹം പറയുന്ന ഇപ്പം നമ്മൾ കണ്ട ഒരു കാര്യമല്ലേ അന്ന്, പിന്നെ ട്രോളല്ല അല്ലാതെ വൈറലായിക്കൊണ്ടിരുന്ന ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും. ആ ഉത്തരത്തിന് വി ഡി സതീശൻ്റെ റിയാക്ഷൻ നമ്മൾ കേരളം മുഴുവൻ കേരളത്തിൽ ഇന്ത്യ മുഴുവൻ കണ്ടു. വൈറലായ ഒരു സംഭവമാണ്, മോഡിഫിക്കേഷനുമായി വന്ന്. അതിനകത്ത് വാസ്തവമില്ല എന്ന് നമുക്കറിയാം. കാര്യം കേരളത്തിൽ മോഡിഫിക്കേഷൻ നമ്മുടെ ഇദ്ദേഹം വിചാരിച്ച് നടക്കില്ല.
ഒരു മുഖ്യമന്ത്രി വിചാരിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ മാറ്റം വരുത്താൻ കഴിയില്ല. അത് കംപ്ലീറ്റ്ലി വെസ്റ്റഡ് ടു സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ കേന്ദ്ര സർക്കാരാണ് അതിനകത്ത് മാറ്റം വരുത്തേണ്ടത്. ഇപ്പോൾ വാഹനത്തിന് രൂപമാറ്റം, അനുവദനീയമായ രൂപമാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊരു ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്താൻ കഴിയൂ, അല്ല വേറൊരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ജനകീയനാണ് ഞാൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നടത്തിയൊരു ശ്രമമാണ്. അല്ല അതിനപ്പുറത്തേക്ക് വേറെ യാതൊന്നും അവിടെ ഒരു ആത്മാർത്ഥമായ നിലപാടുകളൊന്നുമില്ല. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനം, അവിടെയും താൻ ജനകീയനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. തുടക്കത്തിൽ കൊണ്ടുവന്ന എനിക്ക് പൈലറ്റ് എസ്കോർട്ടും ഒന്നും വേണ്ട എന്ന് പറയുന്ന വിപ്ലവകരമായ തീരുമാനം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പുതിയ വണ്ടി ഉപയോഗിക്കുന്നില്ല, ആവശ്യമില്ലാത്ത ചിലവുകൾ വരുത്തേണ്ടതിന് പുതിയ വണ്ടി ഉപയോഗിക്കുന്നില്ല. പല മന്ത്രിമാരും അതിന് മുൻപത്തെ മന്ത്രിസഭയിൽ ഇരുന്ന വാഹനങ്ങൾ തന്നെയാണ് പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസ് ഒന്നും അല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി രാജീവ് നടത്തിയ ഒരു പരാമർശം ഉണ്ടായിരുന്നു. TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന പേരാമ്പ്രയിൽ നിന്നുണ്ടായ TP രാമകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമായിരുന്നു പിന്നീട് പി രാജീവ് ഉപയോഗിച്ചത്. നമ്മൾ സജി ചെറിയന്റെ വാഹനത്തിന്റെ വീലൂരി തെറിച്ചു പോയ സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടുണ്ടായി? അതാ പഴക്കത്തിന്റെ പ്രശ്നങ്ങളാണ്, അല്ലെ? ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നേരത്തെ ഉള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങൾ പിന്നീട് റീയൂസ് ചെയ്യുന്നത് പതിവാണ്, അല്ല അതിനകത്തൊരു പുതുമയില്ല. അപ്പോൾ അവിടെ എന്താണ്, ഞാൻ പൈലറ്റ് എസ്കോർട്ടും ഇല്ല, ഇത് പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമുക്കറിയാം. ഇതിനു മുമ്പ് EMS നമ്പൂതിരിപ്പാടും EK നായനാരും AK ആന്റണിയും ഒക്കെ ഇത്തരത്തിൽ, AK ആന്റണി അല്ല, നമ്മുടെ ഉമ്മൻചാണ്ടിയും ഒക്കെ ഇത്തരത്തിൽ നിലപാടുകൾ സ്വീകരിച്ചിരുന്നവരാണ്. അപ്പം ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തോ വലിയ ജനകീയ മുഖമാണ് ഉള്ളതെന്ന് ഉള്ള ഒരു രീതിയിൽ, എന്നിട്ട് മാധ്യമങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. മാധ്യമങ്ങൾ പലപ്പോഴും ചോദിക്കേണ്ട പല ചോദ്യങ്ങളും ചോദിക്കുന്നില്ല. മാധ്യമങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പം പിന്നെ രത്തൻ യു കേൽക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് നിശ്ചിതമായി ചോദ്യം ചോദിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു തീരുമാനം ഉണ്ടായത്? അതായത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ദേശീയ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായിട്ടല്ലേ ഇങ്ങനൊരു തീരുമാനം ഉണ്ടായത് എന്ന് പറയണ്ടേ? ഇവിടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പിന്നെ BJPയുടെ ഏജന്റ് ആണെന്ന് പറഞ്ഞ VD സതീശൻ പിന്നെ എന്തുകൊണ്ടാണ് അതേ ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ ഓഫീസറെ ഇവിടെ പോസ്റ്റ് ചെയ്തത്? ചോദിക്കണ്ടേ മാധ്യമങ്ങൾ? ഇതെന്താ മാധ്യമങ്ങൾ VD സതീശനോട് ചോദിക്കാത്തത്? അപ്പം ദേശീയ തലത്തിലുള്ള നിലപാടിന്റെ ഘടകവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുക. എന്തിനായിരുന്നു അവിടെ കൂടിക്കാഴ്ച നടത്തിയത്? ഇന്ന് ഈ പറയുന്ന പോലെ പിന്നെ JDSന്റെ നേതാവ് പറഞ്ഞു, ഞങ്ങൾ രാഷ്ട്രീയ കൂടിക്കാഴ്ചയല്ല, വ്യക്തിപരമായ കൂടിക്കാഴ്ച. ഇവിടെ വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എന്തിനാണ് അവിടേക്ക് പോകുന്നത്? വ്യക്തിപരമായ കൂടിക്കാഴ്ച. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എനിക്ക് രാംകുമാറോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത ഒരു പ്രതിയുടെ കൂടെ എങ്ങനെയാണ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുക? ഇതൊക്കെ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഇതൊക്കെയല്ലേ ശരിക്കും ചോദ്യങ്ങളിലേക്ക് വരേണ്ടിയിരിക്കുന്നത്. പക്ഷെ അതൊന്നും പിന്നെ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് പോകുന്നില്ല, അത്തരം ചോദ്യങ്ങളൊന്നും. അതേസമയം ഇവിടെ ഇടതുപക്ഷ നേതാക്കന്മാരോട് കാണിച്ചിരുന്നത് എന്തായിരുന്നു? പിണറായി വിജയനെ അങ്ങനെ വെറുതെ വിട്ടിട്ടുണ്ടോ? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അദ്ദേഹം പിന്നെ മാധ്യമങ്ങൾക്ക് സ്ട്രിക്റ്റീവ് വിലക്കൊള്ളായിരുന്ന ഒരു പ്രദേശത്തേക്ക് മാധ്യമങ്ങൾ കയറിയപ്പോൾ കടക്കുപുറത്ത് എന്ന് പറഞ്ഞു. ആ കടക്കുപുറത്ത് തന്നെ എത്ര തവണ ആഘോഷിച്ചു മാധ്യമങ്ങളിലൂടെ. ഇനി നീ ഇയാൾ ഇവിടെ ചോദ്യം ചോദിക്കരുത് എന്ന് പറഞ്ഞ VD സതീശനെ ഒരിടത്തും നമ്മൾ പിന്നെ കാണുന്നില്ല. ഇനി ഇവിടെ ചോദിച്ചാൽ പിടിച്ച് പുറത്തിറക്കി വിടും എന്ന് പറഞ്ഞ VD സതീശനെ നമ്മൾ എന്തുകൊണ്ടാണ് കാണാതെ പോയത്? ഇവിടുത്തെ മാധ്യമങ്ങൾ കാണാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാധ്യമങ്ങൾ ഇപ്പോഴും VD സതീശന് വേണ്ടി കൊഴിലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയായി മാറുന്നു. അത് വസ്തുതാപരമായ കാര്യമാണ്. ഒരു ഇടതുപക്ഷ മന്ത്രിയോട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ VD സതീശനോട് സ്വീകരിക്കുന്ന ഈ സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ ഈ ഒരു വളരെ മൃദു സമീപനം ഒരിക്കൽ പോലും ഒരു ഇടതു നേതാക്കന്മാരുടെ നേരെ ഉണ്ടായിരുന്നിട്ടില്ല. അത് പച്ച യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ സമയത്താണ് ഇന്ധനവില വർധനവ് വരുന്നത്. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്ത് നടപടി? കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് മീറ്റ് കഴിഞ്ഞിറങ്ങിയിട്ട് സംസാരിച്ചിരുന്നല്ലോ തിങ്കളാഴ്ച. എന്തുകൊണ്ടാണ് ചോദിക്കാതിരുന്നത്? അവിടെ ചോദിച്ചിരുന്നോ നിങ്ങൾ എന്താണ് ആ സമയത്ത് വില കൂടിയിട്ടുണ്ട്. ആ സമയത്ത് വില കൂടി 102 പിന്നെ 115 എത്തി. ആ സമയത്തും ചോദിച്ചോ? ഇല്ല. അപ്പോഴും ചോദിച്ചില്ല. എന്തുകൊണ്ടാണ് VD സതീശൻ ഇനിയും ഈ നമ്മുടെ രാജ്യത്ത് പെട്രോളിനും ഡീസലിന്റെ വില വർധന നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അധിക നികുതി അല്ലെങ്കിൽ അധിക വരുമാനം ഒഴിവാക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരാൻ സാധ്യതയുണ്ടോ? ചോദിച്ചില്ലല്ലോ. ഈ പെട്രോൾ ഹൈക്ക് വന്ന സമയത്ത് തന്നെ അദ്ദേഹം അവിടെ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് വന്നിറങ്ങിയ സമയത്ത് ആ 2 ക്യാബിനറ്റ് കഴിഞ്ഞിട്ടും അങ്ങനെ തീരുമാനം ഉണ്ടായില്ലല്ലോ.
ഇനി അതോ ഇനി പരമാവധി കൂടാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? വേണമെങ്കിൽ ഇനിയും പറയാം, എന്തായാലും ഇന്ധനവില വർധന ഇവിടം വരെ എത്തിയതല്ലേ ഉള്ളൂ, ഇനിയും കൂടുമല്ലോ. ഇനി കൂടിക്കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് മാറ്റാം. കാര്യം വി ഡി സതീശൻ്റെ ഒരു പൊതു രീതി അനുസരിച്ച് അങ്ങനെ ചോദിക്കത്തുള്ളൂ. അങ്ങനെ വരാനാണ് സാധ്യത. അപ്പോൾ ഈ മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷത്തിൻ്റെ ഒരു ഗുണം മാറില്ലല്ലോ. 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അവിടെ എന്തുകൊണ്ടാണ് അപ്പോൾ പറയാം ഇനിയും വില കൂടുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കണക്ക് കൂട്ടിക്കൊണ്ട് നമുക്ക് കുറയ്ക്കാം. അപ്പോഴാകുമ്പോൾ നമുക്ക് കൂടുതൽ ഗുണം കിട്ടുമല്ലോ. അപ്പോഴും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ സമയത്ത് കൂടുന്നതനുസരിച്ച് വേണമെങ്കിൽ ഈ തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. അത് വേറൊരു യാഥാർത്ഥ്യം. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മൾ അവിടെ കൈയടിച്ചിരിക്കും. കാരണം എന്താ, ചെയ്തു പോയില്ലേ. ഇനിയിപ്പോൾ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അന്ത ഇടതുപക്ഷക്കാരും മിണ്ടാത്തത് ഇപ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ വില മനസ്സിലായത്. ഇടതുപക്ഷക്കാരും മിണ്ടുന്നില്ലല്ലോ എന്ന് പറയാം. എന്തിനാ ഇടതുപക്ഷം മിണ്ടുന്നത്? ഇവിടെ പ്രധാന പ്രതിപക്ഷമാരാ ലോക്സഭയിലെ കോൺഗ്രസ് പാർട്ടിയാണ്. കേരളം ഭരിക്കുന്നത് ആരാണ്? കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പം ഇവർക്ക് പിന്നെ അവിടെ ചെന്ന് പറഞ്ഞുകൂടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് എംപിമാരുള്ള എവിടുന്ന ആരുടേതാണ്? കോൺഗ്രസിൻ്റെതാണ്. എന്തുകൊണ്ടാണ്? കോൺഗ്രസിന് കേരളം ഭരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. ഇവിടെ കേരളത്തിൽ നിന്ന് 18 എംപിമാരുള്ള കോൺഗ്രസിനാണ്. അവിടെ ലോക്സഭയിലെ പ്രതിപക്ഷമാരാണ്? കോൺഗ്രസ് ആണ്. എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ അവിടെ പിന്നെ ലോക്സഭയിൽ ഉന്നയിച്ചുകൂടാ? അപ്പൊ ശരിക്കും പ്രതിഷേധിക്കേണ്ടത് ആരാണ്? അല്ലെങ്കിൽ ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിമാരുടെ യോഗം. ഇപ്പം കർണാടകയിൽ ഇപ്പോൾ അടി നടന്നുകൊണ്ടിരിക്കുക. വേറൊരു കാര്യം, DK ശിവകുമാറിന് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞാൽ DK അവിടെ കിടന്ന് ബേളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കേരളത്തിലെ പിന്നെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ എണ്ണം കുറവാണ്. എന്നിരുന്നാൽ തന്നെയും ഈ BJP ഇതര മുഖ്യമന്ത്രിമാരുണ്ടല്ലോ, ഇപ്പം രേവന്ത് റെഡ്ഡി, അവിടെ തെലങ്കാനയിൽ നിന്ന് വിളിക്കാം, TVK വിജയെ വിളിക്കാം, കേരളത്തിൽ നിന്ന് VD സതീശൻ, കർണാടകയിൽ നിന്ന് DKയോ അല്ലെങ്കിൽ സിദ്ധരാമയ്യയോ, ഇവരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് മുഖ്യമന്ത്രിമാരുടെ ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കാത്തത് എന്താണ്? പെട്രോൾ വില വർധനവിന് എതിരായിട്ട്, പെട്രോളിയം വില വർധനവിന് എതിരായിട്ട് എംപിമാരും ഉണ്ടല്ലോ 10-18. കോൺഗ്രസിന്റെ എംപിമാരും പല സ്ഥലങ്ങളിൽ നിന്നുണ്ടല്ലോ, ഗുജറാത്തിൽ നിന്നൊക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നയിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാത്തത്? കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രിമാരുടെ ഒരു സമരം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് ഡൽഹിയിൽ. നമ്മുടെ മുന്നിൽ അത് ഓർമ്മയായിട്ട് നിൽക്കുക. അതിനെ ബഹിഷ്കരിച്ചവരാണ് നമ്മുടെ പ്രതിപക്ഷം. എന്തിനായിരുന്നു അന്ന് സമരം നടത്തിയത്? കേരളത്തിന് ലഭിക്കേണ്ടിയിരിക്കുന്ന അർഹമായ GST വിഹിതം അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് എന്താ പറയുക വരിഞ്ഞു മുറുക്കുന്നതിനെതിരായിട്ട് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു സമരം അവിടെ നടന്നത്. എല്ലാ മുഖ്യമന്ത്രിമാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട്. എന്തുകൊണ്ട് അതുപോലെ ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കാൻ ഇവിടെ VD സതീശനെ പോലൊരു നേതാവിന് കഴിയുന്നില്ല? അതല്ലേ ചെയ്യേണ്ടിയിരിക്കുന്നത്? അത് സംബന്ധിച്ച് പോലും അല്ലെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യം ഇടതുപക്ഷം മിണ്ടണം എന്നുള്ള. ഇടതുപക്ഷം ഇനി എന്തിനു മിണ്ടണം? ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് അധികാരം തട്ടിപ്പറിച്ച് നിങ്ങൾ എടുത്തത് പിന്നെ VD സതീശന്റെ കൊടുത്തില്ലേ? ഇനിയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ട VD സതീശനാണ്. അത് ചെയ്തു തന്നില്ലെങ്കിൽ VD സതീശനോട് മാത്രമേ നമ്മൾ ചോദിക്കൂ. ഇവിടുത്തെ പ്രതിപക്ഷം ഇവിടുത്തെ ഭരണപക്ഷത്തോട് മാത്രമേ ചോദിക്കൂ. അല്ല കേന്ദ്രത്തോട് ചോദിക്കാനുള്ള യാതൊരു ബാധ്യതയും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വേണ്ടി വന്നാൽ തെരുവിൽ പോലീസുകാരുടെ കയ്യിൽ തല്ലി മേടിക്കും. അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യം ഇടതുപക്ഷത്തിന് ചെയ്യാനും ഇല്ല ഇക്കാര്യത്തിൽ.